വോട്ട് വഴി പത്തനംതിട്ട മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. അവിടുത്തെ വോട്ടർമാരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയെന്ന് നോക്കാം. വോട്ട് വഴിയിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ പര്യടനം തുടരുകയാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പാർട്ടികളുടെ എല്ലാം പ്രചാരണ പ്രവർത്തനങ്ങൾ പ്രധാനമായും നടക്കുന്നത്. ചേട്ടാ, എങ്ങനെയാണ് ഈ പ്രചാരണം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആർക്കാണ് മേൽക്കൈ എന്നാണ് പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ആന്റോ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? കാരണം 2009 2014 അല്ല 2019 എത്തുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ മാറി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീമതി വീണ ജോർജ് പ്രവർത്തനത്തിലും ഏറ്റവും മുന്നിലാണ്. വീണ ജോർജ് മാത്രമേ ജയിക്കൂ എന്നുള്ളതാണ് ഈ നാട്ടിലെ പൊതുവെയുള്ള സംസാരം. വീണ ജോർജ് ജയിക്കാനാണ് സാധ്യത. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് മേധാവിത്വം ഇപ്പോൾ പറയാൻ കഴിയുമോ? കാരണം ഒരു ത്രികോണ മത്സരത്തേക്കല്ലേ ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിലാണ് ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു ത്രികോണ മത്സരം ഇവിടെ നടക്കുമെന്ന് ഒരിക്കലും ഇല്ല. കാരണം പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം മറ്റൊരു കാര്യവുമല്ല സംസാരിക്കുന്നത്. ജനങ്ങൾ ഒന്നടങ്കം ഇന്ത്യയുടെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ജയിപ്പിക്കും എന്നുള്ള കാര്യത്തിലാണ്. അത് 7 മണ്ഡലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വർഷങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് അവിടുത്തെ അമ്മമാർ ഇറങ്ങി വന്നിട്ട് വോട്ട് തരുമെന്ന് മാത്രമല്ല പറയുന്നത്, തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അത്തരം ഒരു മാറ്റമാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ ഈ നടന്നു വരുന്നത്. ഇവിടെ ഒന്നും സംസാരിക്കാൻ വേറെ വരുന്നില്ല വിഷയങ്ങൾ. കാരണം വിഷയം സംസാരിക്കേണ്ടയോ ആരെയും കൺവിൻസ് ചെയ്യിക്കേണ്ടയോ കാര്യമില്ല. ഇത് ഹൃദയത്തിൽ നിന്ന് അവർ സ്വയം തീരുമാനിച്ചൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഇത്ര ശക്തമായിട്ട് ഇവിടെ പ്രചാരണം നടത്തുന്നത്, അവർ ഇത്ര ഫോക്കസ് ചെയ്യുന്നത് ശബരിമല വിഷയം കൂടി വന്ന ശേഷമാണല്ലോ. ഈ ശബരിമല വിഷയം ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ കാര്യമായി സ്വാധീനിക്കുമോ? ശബരിമല വിഷയം വോട്ടർമാരെ സ്വാധീനിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പന്തളത്തടക്കം സംഘപരിവാർ സംഘടനകളുടെ വലിയ സമരങ്ങൾ അവിടെ നടത്തിയിട്ടും അവിടെ നടന്ന പല ഉപതെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വിരളിലെണ്ണാവുന്ന പോലും വോട്ട് കിട്ടിയില്ല. അപ്പോൾ ശബരിമല വിഷയം ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. 2, BJP ഇവിടെ മത്സരരംഗത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ പല സ്വീകരണ പോയിന്റുകളും അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നിച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളെ കൊണ്ടുപോയി സ്വീകരണത്തിന് ആളെ കൂട്ടുന്ന ഒരു പ്രവണതയാണ് പല സ്വീകരണ പോയിന്റുകളിൽ നിന്ന് കാണാൻ കഴിയും. കാരണം നവമാധ്യമങ്ങളിലൂടെ വരുന്ന ചിത്രങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും സ്വീകരണം കൊടുക്കുന്ന ഒരേ ആളുകളുടെ മുഖമാണ്. യഥാർത്ഥത്തിൽ BJP ഇവിടെ മത്സരരംഗത്തില്ല, അതാണ് വസ്തുത. പക്ഷേ അത് മത്സരരംഗത്തുണ്ട് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് പറയുന്നത്. ചേട്ടാ, എങ്ങനെയാണ്, എങ്ങോട്ടാണ് പത്തനംതിട്ടയിലെ കാറ്റ്? തീർച്ചയായിട്ടും ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇന്ത്യക്ക് അനുകൂലമാണ് പത്തനംതിട്ടയും. ശബരിമല അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. ആചാര സംരക്ഷണം, അതുപോലെ തന്നെ മോഡി ഗവൺമെൻറ്റിൻ്റെ വികസനം. മതേതരത്വം സംരക്ഷിക്കണോ, രാജ്യത്തെ വർഗീയത അവസാനിക്കണോ, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണോ, ഇതാർക്ക് ചെയ്യാൻ കഴിയും? അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി. ഇത് ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ കഴിയത്തുള്ളൂ. ആന്റോ ആന്റണി എന്ന് പറയുന്ന MPയെ ഈ പത്തനംതിട്ടക്കാരും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ അറ്റൻഡൻസ് തന്നെ 70%. ഓരോ സർക്കാരും വരുമ്പോൾ ജനം വല്ലാതെ അങ്ങ് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള റിവാർഡ് കിട്ടുന്നില്ല ജനത്തിന്. അതാണ് ഈ വർഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം കാണിക്കാൻ പോകുന്നത്. ഇടതുപക്ഷത്തിന് സ്വന്തമായിട്ട് ഈ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആദ്യം ഞങ്ങളുടെ DCC പ്രസിഡന്റായിട്ടിരുന്ന ഫിലിപ്പോസ് തോമസിനെ പാർലമെന്റിലേക്ക് നിർത്തി. പക്ഷേ അന്ന് ഭൂരിപക്ഷം കുറഞ്ഞു, ഒരു സാഹചര്യം കൂടിയുണ്ട്. കുറഞ്ഞു. പല ഘട്ടങ്ങളിലായിട്ട് ഇവിടെ ഞങ്ങളെ പരമ്പരാഗതമായിട്ട് നടത്തിയിട്ടുള്ള വികസനങ്ങളല്ലാതെ ഈ പിന്നോക്ക ജില്ലയിലെ എന്ത് വികസനം, ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇവിടെ ഇരുന്ന പൊതുഗതാഗത മന്ത്രിമാരും ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഫണ്ടുകളും നിലയ്ക്കൽ മുതൽ ആദ്യം 10 കോടി രൂപ സഹായിക്കുമെന്നാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ. എന്നാലും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരും പറയുന്നു. അതോടെ തന്നെ സാധാരണ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് തന്നെ ഇവിടെ നിർണായകമാകും. ശബരിമല വിഷയം, അതോടൊപ്പം തന്നെ വികസന വിഷയങ്ങളും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കും. വോട്ട് വഴിയിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇനി വരും ബുള്ളറ്റിനുകളിൽ കാണാം.